ചന്ദ്രപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റായ്ചൂർ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നക്സലൈറ്റ് ഏരിയ ആയിരുന്നു. ഗഡ്ചറോളി എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഏരിയയിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇത്തരത്തിലുള്ള ജോലികളും കൺസ്ട്രക്ഷൻ ആളുകളെല്ലാം വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ നിർമ്മാണം എന്ത് ചെയ്യണോ, നമ്മൾ ഓഫീസും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് വീട്ടിൽ തിരികെ വരുമ്പോൾ രാത്രി അവർ ഇരുന്ന് ഇതെല്ലാം പൊളിച്ചു നശിപ്പിച്ചു കളയും. അപ്പോൾ പിന്നെ അവസാനമായി കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ആദിവാസി ആളുകളെല്ലാം വന്നിട്ട് നമ്മളെല്ലാം ഉപദ്രവിക്കുന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ നേരിട്ട് തന്നെ ഞാനും എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ചെന്ന് ഇവരുടെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ചു. ഒരു വ്യക്തിക്ക് പോലും എൻ്റെ മുന്നിൽ വന്നൊരു വിഷമം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കരഞ്ഞ് ഒരു ഇട്ട് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ഒരുപാട് പ്രോജക്റ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒമാനിലേക്കാണ് അവിടെ പൈപ്പ് ലൈൻ്റെ ഇതായിരുന്നു. 1989 സോഹാർ പൈപ്പ് ലൈനിൻ്റെ വർക്കിലായിരുന്നു അത്. അവിടെ ഞാൻ അധികം നാളുണ്ടായിരുന്നില്ല, ഒരു ഏകദേശം 9 മാസം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഓഡിറ്റും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അവിടെ നിന്ന് നമ്മൾ ഡെപ്യൂട്ടേഷനിൽ വിട്ടത്. കാരണം ഈ ഗ്യാമൺ ഇന്ത്യ എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ വർക്കായിരുന്നു അവിടെ. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ആവശ്യം വരുമ്പോൾ ഞാൻ ചെയർമാനായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു എന്താ പറയുക ഫയർ ഫൈറ്റിംഗ്, ഒരു ഷൂട്ടിംഗ്, ഒരു എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നെ നിയോഗിക്കുമായിരുന്നു. അങ്ങനെ വളരെ റിസ്ക് പിടിച്ച പ്രോജക്റ്റുകളെല്ലാം സാറായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം എന്നെ അയക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് പോയിരുന്നത്. ചന്ദ്രപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റായ്ചൂർ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നക്സലൈറ്റ് ഏരിയ ആയിരുന്നു. ഗഡ്ചറോളി എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഏരിയയിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇത്തരത്തിലുള്ള ജോലികളും കൺസ്ട്രക്ഷൻ ആളുകളെല്ലാം വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവിടെയും ഈ യൂണിയനും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് എന്നെ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു വിട്ടതും അവിടെ ഓരോ കാര്യങ്ങളിൽ ചെന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാതെ വേറൊരു ഇത്തരത്തിലുള്ളൊരു റിസ്ക് അല്ല, ഇത്ര വലിയൊരു ദായിത്വം നമുക്ക് കിട്ടിയത് ചലഞ്ചസ് ആയിട്ട് എനിക്ക് കിട്ടിയത് വേറെ നർമ്മദയുടെ കൺസ്ട്രക്ഷൻ സമയത്തായിരുന്നു. നർമ്മദ നദിയിൽ മേഘാ പാട്കർ അവരെല്ലാം ആന്തോളൻ നടത്തിയിരുന്നു. വളരെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബാബ ആംതെ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഈ നർമ്മദ നദിയുടെ അവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ പാലം നിർമ്മാണം ചെയ്താൽ മാത്രമേ ഗുജറാത്തിൽ ആ ഡാം ഉണ്ടാക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം ഇവിടെ ഈ വെസ്റ്റേൺ നിമാഡ് നിന്നും മറ്റിടത്തേക്കും ജനങ്ങൾക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ഈ വെള്ളം അവിടെ നിർത്തി കഴിഞ്ഞാൽ, നർമ്മദ ഡാം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ എല്ലാം സമ്മർജായി പോയി ഗ്രാമം, അവിടെയുള്ള കൃഷികളെല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ മേഘാ പാട്കറും അവരൊരു സോഷ്യൽ ആക്ടിവിറ്റി അവരെല്ലാം അവിടെ വന്ന് കുട്ടിയുണ്ടാക്കി ഭയങ്കരമായിട്ട് വലിയൊരു ആന്തോളനമായിരുന്നു. അപ്പം നമ്മളുടെ നിർമ്മാണം എന്ത് ചെയ്യണോ, നമ്മൾ ഓഫീസും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് വീട്ടിൽ തിരികെ വരുമ്പോൾ രാത്രി അവർ ഇരുന്ന് ഇതെല്ലാം പൊളിച്ചു നശിപ്പിച്ചു കളയും. അപ്പോൾ പിന്നെ അവസാനമായി കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ആദിവാസി ആളുകളെല്ലാം വന്നിട്ട് നമ്മളെല്ലാം ഉപദ്രവിക്കുന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ നേരിട്ട് തന്നെ ഞാനും എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ചെന്ന് ഇവരുടെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ചു. ഞങ്ങളെല്ലാം ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇത് ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമില്ല, നിങ്ങൾ ഞങ്ങളോടും വിരോധിക്കരുത്, ഞങ്ങളെ യാതൊരു വിധത്തിലുള്ള ഉപദ്രവങ്ങളും ചെയ്യരുതെന്ന് അവരുടെ അടുത്ത് പറയുകയും പിന്നെ അവരുടെ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ശേഷമാണ് നമ്മളവിടെ വർക്ക് ചെയ്തത്. നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സബ്സ്ട്രക്ചറായിട്ടുള്ള വർക്ക് മുകളിലേക്കുള്ളതും പാലം പണിയത്തില്ല, അത് നിങ്ങളുടെ സമ്മതത്തോടു കൂടിയേ പണിയത്തുള്ളൂ. ഞങ്ങളിവിടെ വന്നിട്ട് ഈ പണി തുടങ്ങാൻ ഞങ്ങളെ അനുവദിച്ചില്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പെർഫോമൻസ് ബോണ്ട് മറ്റുള്ള ബോണ്ടുകളിലെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ അവരുടെ അനുവാദം മേടിച്ച് ഞങ്ങൾ ഓഫീസും കാര്യങ്ങളെല്ലാം ചെയ്ത് കുറേ വർക്ക് നമ്മളവിടെ ചെയ്തതിന് ശേഷം പിന്നീട് അത് ഹാൾട്ടായി. പിന്നെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് ആ പണിയെല്ലാം തീർന്നു, കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് ശരിക്കും ഇങ്ങനത്തെ ഒരു ചലഞ്ചസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടിട്ട് എനിക്ക് പിന്നെ ഭയമില്ലാതെ ആയിരുന്നു. ആ സോഹാറിന്റെ പ്രോജക്റ്റ് കഴിഞ്ഞു, ആ പൈപ്പ് ലൈനിന്റെ പ്രോജക്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നേരെ പിന്നെ ദുബായിലേക്കാണ്? അല്ല, അതിനുശേഷം ഞാൻ കണ്ണൂർ പോയത്. കണ്ണൂരിൽ നിന്ന് ദുബായിക്ക് പോയി. ദുബായിൽ ആദ്യ എന്ത് പ്രോജക്റ്റിന് വേണ്ടിയായിരുന്നു സാർ? ഞാൻ വന്നത് ഇന്റർനാഷണൽ സിറ്റി, ഇവിടെ നക്കീലിൻ്റെ പ്രൊജക്റ്റായിരുന്നു. 450 മില്യൻ്റെ പ്രൊജക്റ്റായിരുന്നു. ഇന്റർനാഷണൽ സിറ്റി പാക്കേജ് 6, പാക്കേജ് 7, അങ്ങനെ 2 പ്രൊജക്റ്റ്. ഗ്രീസ് ഓരോ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, പേർഷ്യ. പിന്നെ അതുകൂടാണ്ട് ഇവിടെ JLTയിൽ ഒരു കാർ പാർക്കിൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നു.
മറീനയിൽ നമ്മൾ കുറേയധികം ടവറുകളും ഇതൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിലുള്ള വലിയ പ്രൊജക്റ്റായിരുന്നു. ധീരജ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ 4 ടവർ ഉണ്ടായിരുന്നു. മറീന വാഫ് 1, മറീന വാഫ് 2, ധീരജ് ഈസ്റ്റ് കോസ്റ്റ് നമ്പർ 1, 2, പിന്നെ ജെൻ ടവർ, അങ്ങനെ കുറേയധികം പ്രൊജക്റ്റുകളെല്ലാം നമ്മൾ അവിടെ മറീന അത് GNB ആദ്യമായിട്ട് എടുക്കുന്ന പ്രോജക്റ്റ് ആയിരുന്നു. നമ്മള് കാണുന്ന ഗ്രീസിന്റെ ആ ഗ്രീസ് അന്ന് നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് അത് ഗ്രീസ്. ആ കംപ്ലീറ്റ് 32 ബിൽഡിംഗ് നമ്മൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ചാവി നക്കിലിൽ നമ്മൾ കൊടുത്തു. അതൊരു ഏറ്റവും ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈംലി കംപ്ലീഷനാണ്. അതെ, കാരണം നമ്മൾ ആ പറഞ്ഞ സമയത്ത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയണം. അതെ അതെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതെ, അതെങ്ങനെ സാധിക്കുന്നു? അത് സാധിക്കുന്നു, അതൊക്കെ ഡിറ്റർമിനേഷൻ. നമ്മൾ അതിൻ്റെ മുകളിൽ ഇന്നും ഈ പ്രായത്തിലാണെങ്കിലും ഞാൻ ഇപ്പോഴാണെങ്കിലും ആ കാര്യത്തിൽ വളരെ ഇതാണ്. കഴിഞ്ഞ 6 മാസം മുമ്പ് ഇവിടുത്തെ ഇപ്പോൾ നല്ല വൺ ഓഫ് ദ ഒരു ഫേമസ് ആയിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ഡെവലപ്പറാണ് ധനൂപ്. അതിൽ മിസ്റ്റർ റിസ്വാൻ സാജൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഓപ്പൽസിൽ സയൻസ് പാർക്കിൽ 5 മാസം മുമ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതിന് അദ്ദേഹം ഞങ്ങൾക്ക് അവാർഡ് തന്നു. അതിന് 5 മാസം മുമ്പ് ഷെഡ്യൂളിൽ ആ പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തതിന് അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്ത് തന്നു. അദ്ദേഹത്തിൻ്റെ വേറെ 2 പ്രൊജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 350 മില്യൻ്റെ ഒരു പ്രൊജക്റ്റ് JVCയിൽ ചെയ്യുന്നുണ്ട്. വേറെ 250-ൻ്റെയും 2 പ്രൊജക്റ്റുകളുണ്ട്. ഏകദേശം 600 മില്യൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ JVCയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേമാതിരി ദിയാറിൻ്റെ ഒരു 11 ബിൽഡിങ്ങിൻ്റെ IMPZ പ്രൊഡക്ഷൻ സിറ്റിയിൽ നമ്മൾ ചെയ്തു. ഒരു 400 മില്യൻ്റെ പ്രൊജക്റ്റായിരുന്നു അത്. ആ പ്രൊജക്റ്റ് തീർന്നതിന് ശേഷം സാധാരണ ദിയാർ ഈ ഗവൺമെൻറ് എൻറ്റിറ്റി ആണല്ലോ, അത് ഒരു സെമി ഗവൺമെൻറ് ഇതായ അവർ സാധാരണ രണ്ടാമത് ഒരു കോൺട്രാക്ടറിന് അങ്ങനെ അവസരം കൊടുക്കാറില്ല. ഈ 11 ബിൽഡിങ്ങും വളരെ അധികം നല്ല ക്വാളിറ്റിയിൽ നല്ല സമയത്ത് നമ്മൾ ചെയ്ത് തീർത്ത കാരണം ആ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് 2 ടവർ കൂടി നമുക്ക് തന്നു, ജന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് 6th പാക്കേജാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ അവിടെ തന്നെ വേറൊരു 5 ബിൽഡിങ്ങിൻ്റെ വേറൊരു പുതിയ പാക്കേജ് വരുന്നതിന് അദ്ദേഹത്തിൻ്റെ CEO എന്നെ വിളിച്ച് സംസാരിച്ചു. പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, അതുകൂടി എടുക്കാം. ഇപ്പോഴത്തുള്ള ഈ ഒരു റിസോഴ്സിൻ്റെ അഭാവവും മറ്റ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നെല്ലാം വിസ കൊടുക്കുന്ന ഇപ്പോൾ ഗവൺമെൻറ് തൽക്കാലം നിർത്തിയിരിക്കുന്ന കാരണം ഞാൻ ഡിസംബറിന് ശേഷം അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റിനെ പറ്റി ആലോചനയിലാണ്. അത് പ്രോസസ് ചെയ്യണോ വേണ്ടതെന്നുള്ള തീരുമാനം. ഡിസംബറിന് ശേഷം ഒരു പ്രൊജക്റ്റ് നമ്മളുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഏകദേശം സ്ട്രക്ചർ വർക്ക് തീർന്നു കഴിഞ്ഞാൽ ആ വർക്ക് നമ്മളെടുക്കും. ഇന്ന് കൺസ്ട്രക്ഷൻ രംഗത്ത് ദുബായിൽ ഇന്ന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുള്ളൊരു രാജ്യം, ഒരു വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു രാജ്യമാണ് ദുബായ് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ഷനിൽ ഒരുപാട് പ്രോജക്റ്റുകൾ, നമ്മൾ നേരത്തെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒട്ടനവധി പ്രോജക്റ്റുകൾക്ക് സാറ് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ഒരുപക്ഷെ തല ഉയർത്തി നിൽക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ വരെ, അവിടേക്കൊക്കെ സാറ് പോകുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? കാരണം നമ്മൾക്ക് വളരെ അഭിമാനം. ഞാനിപ്പോൾ ഈ പറഞ്ഞ 11 ബിൽഡിങ്ങിൻ്റെ ദിയാറിൻ്റെ പ്രൊജക്റ്റ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഭാഗം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ വെറുതെ വൈകിട്ട് അവിടെ ആ ഭാഗത്ത് പോയി. അവിടെ ചെന്ന് ആ കമ്മ്യൂണിറ്റി വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്മ്യൂണിറ്റിയായി അവിടെ. അന്ന കാലത്ത് ഞാൻ കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ ആ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ പ്രൊജക്റ്റിൻ്റെ റേറ്റ് 750 രൂപ 800 രൂപ സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് അവിടെ 1400 രൂപ സ്ക്വയർ ഫീറ്റിന് പോലും അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടാനില്ല. അധികവും വിദേശ രാജ്യങ്ങളിൽ നിന്നൊന്ന് ആളുകൾ തന്നെയാണ് അവിടെ വാങ്ങിയിരിക്കുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ. ഇപ്പോൾ പ്രൊജക്റ്റുകൾ എക്സ്പാൻഷൻ ആയിക്കൊണ്ടിരിക്കുക അവിടെ എല്ലാം നിറയെ. ഇപ്പോൾ നാട്ടിലെ പോലെ തന്നെ ഒട്ടനവധി ചലഞ്ചസ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ടെക്നോളജി വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഹൈ എൻഡ് പ്രൊജക്റ്റുകളും അതേപോലെ മിഡിൽ റേഞ്ചിലുള്ള പ്രൊജക്റ്റുകളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഒരു മാർക്കറ്റിൽ ഒരു ഫ്ലെക്സുവേഷൻ ഉണ്ടാവും. അത് എങ്ങനെയായിരിക്കും സാർ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും? കാരണം നമ്മളിപ്പോൾ കോട്ട് ചെയ്തൊരു ഇതായിരിക്കില്ല, ചില സമയത്ത് ആ ഫ്ലക്ച്വേഷൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ പെട്ടെന്നുള്ള ഈ ഗ്രോത്ത് കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ് കൂടിയതിനനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ റോ മെറ്റീരിയലിൻ്റെ അഭാവം വളരെയധികമാണ്. അതുകൊണ്ട് റേറ്റ് കണ്ടമാനം കൂടി. ഇപ്പോൾ കോൺക്രീറ്റിനൊക്കെ വളരെയധികം പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതലായിട്ട് വർദ്ധിച്ചു. ഏകദേശം 10% പെട്ടെന്ന് ഹൈക്കായി. സിമെൻറ്റിനും കോൺക്രീറ്റിനും സ്റ്റീൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇൻക്രീസായി. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന വർക്കുകൾ ഇന്ന് വരെ
ടച്ചോട് ഒരു വിധത്തിലും നമ്മളുടെ സമയത്തിന് മുമ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളും ഈ നഷ്ടം ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യാറില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രൊജക്റ്റിന് 6 മാസം മുമ്പ്, നമ്മൾ 5 മാസം മുമ്പ് നമ്മളുടെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അത്ര മാസത്തെ നമ്മുടെ പ്രിലിംസ് മറ്റുള്ള എക്സ്പെൻസസ് എല്ലാം നമ്മൾക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ പ്രൊജക്റ്റ് ടീം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കും. പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും സമയങ്ങളിലെല്ലാം ശമ്പളങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് കൊടുക്കുക, അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുക, അവർക്ക് നാട്ടിൽ പോകാനും മെഡിക്കൽ ഫെസിലിറ്റീസ് അതെല്ലാം വളരെ കറക്റ്റ് നിശ്ചിതമായിട്ടും കൊടുക്കാനും കർക്കശമായിട്ട് സമയബന്ധിതമായിട്ട് ശമ്പളം കൊടുക്കാനും ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും HR ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ ശക്തമായിട്ട് ആ കാര്യങ്ങൾ ഞാൻ ഇടപെടുകയും അതനുസരിച്ച് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു വിധത്തിലുള്ള അൺറെസ്റ്റോ ലേബേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. അവരാണ് നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ. തീർച്ചയായും ഇപ്പോഴത്തെ ഈ ജൂൺ ജൂലൈ കാലഘട്ടങ്ങളിലെല്ലാം ചൂട് സമയമല്ല. ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് 12-3:30 വരെയുള്ള ഈ റെസ്റ്റ് സമയം ഗവൺമെൻറ് ഉണ്ടെങ്കിലും 3:30 മണിക്ക് ശേഷം അവർ പോയിട്ട് കമ്പി കെട്ടാനും റീൻഫോഴ്സ്മെൻറ്റ് വർക്കിൽ അതിൻ്റെ ചൂടും കോൺക്രീറ്റിൻ്റെ ചൂടും പിന്നെ മുകളിൽ നിന്നുള്ള താപനിലയും ഹ്യൂമിഡിറ്റിയും കൂടിയിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അനുസരിച്ച് കൊണ്ടാണ് ഇന്ന് നമ്മൾ എയർ കണ്ടീഷനിലൊക്കെ ഇരിക്കുന്ന. അവർ അധ്വാനിച്ചില്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ അധ്വാനമാണ് സാധാരണ ജോലി ചെയ്യുന്ന സ്റ്റീൽ ഫിക്സർമാരും കാർപ്പൻറ്റർമാരും മേസനും പണി ചെയ്യുന്ന ഓരോ ജോലിയുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് മറ്റുള്ള ആളുകളുടെ ജീവിതവും മുന്നേറുന്നത്. അപ്പോൾ അവർ സാറ് പറഞ്ഞ അവരുടെ വെൽഫെയർ നമ്മൾ യഥാസമയം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല എന്നുള്ളത് തന്നെയാണ് സാറ് അത് ഏറ്റവും കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു ജോലിക്കാരനും ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് ഒരു കാരണവശാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും വന്നിട്ടുമില്ല. ഒരു വ്യക്തിക്ക് പോലും എൻ്റെ മുന്നിൽ വന്ന ഒരു വിഷമം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കരഞ്ഞ് ഇട്ട് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും വലിയ സാർ ചലഞ്ചസ് ആയിട്ട് കണ്ട പ്രോജക്റ്റ് ഏതാണ്? ദുബായിലെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇൻ്റർനാഷണൽ സിറ്റിയുടെ മിഡ് ടൗണിൻ്റെ ഈ പ്രൊജക്റ്റ് ഞാൻ ചെയ്ത കാലഘട്ടങ്ങളിൽ കോവിഡ് ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഈ 11 ടവറും നമ്മൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു സമയബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിടെ ഈ ബസ്സിലെല്ലാം യാത്ര ലേബേഴ്സിനെ കൊണ്ടുവന്നിരുന്ന 78-80 ആളുകളെ കൊണ്ടുവന്നിരുന്ന സ്ഥലത്ത് 40 പേരെ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. ഡിസ്റ്റൻസ് ഇട്ട് വരണമായിരുന്നു. ജോലിക്ക് പ്രവേശിക്കുമ്പോഴും അവിടെ അവർക്ക് ചെയ്യേണ്ടത് ഒരു മേസൻ വർക്ക് ചെയ്യുമ്പോൾ അവന് ബ്ലോക്ക് എടുത്തു കൊടുക്കണമെങ്കിൽ അവർ ഇത്രയും ദൂരം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവരുടെ സാനിറ്റേഷൻ, അവരുടെ ഈ രോഗങ്ങളൊന്നും പടരാതെയും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖമായി തോന്നിക്കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ഐസൊലേഷൻ സെൻറ്ററിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റൂമും കാര്യങ്ങളും വെച്ച് അവരെ മാനേജ് ചെയ്യാനും എൻ്റെ HR PR ടീമിൻ്റെ കഠിന അധ്വാനം, അതിനൊപ്പം ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ഒരു വിധത്തിലുള്ള ഒരാൾ ഇത് പെട്ടെന്ന് പകരും ഭയങ്കര ഭയചിതമായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും വരാതെ അവരിൽ എല്ലാവർക്കും സുരക്ഷിതത്തോടു കൂടി ആ കാലഘട്ടത്തിൽ തരണം ചെയ്ത് എനിക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അതിലാണ് വളരെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം അത്രയൊരു ക്രൂഷ്യൽ മൂമെൻറ്റിൽ നമുക്ക് ഒരു പക്ഷേ മുന്നോട്ടുള്ള പല യാത്രകളും ഡേ ബൈ ഡേ നമുക്ക് തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഭിമാനമായ നിമിഷമായി കാണുന്നത്. തീർച്ചയായിട്ടും. അതുമാത്രമല്ല, ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നത് ഗവൺമെൻറ് തരത്തിലുള്ള ഫൈസർ ഓരോ ഈ വാക്സിനേഷൻ സമയത്ത് നമ്മളുടെ PR HR മാനേജരും എല്ലാം പോയി അവർക്ക് വേണ്ടിയിട്ട് വാക്സിനേഷൻ എടുക്കാനുള്ള സംവിധാനം നമ്മളുടെ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ഓരോരുത്തരെ ഗഡുഗഡുക്കളായിട്ട് നമ്മളുടെ ജോലിയിലൊരു അപാകത ഉണ്ടാവാതെ അവരുടെ വാക്സിനേഷനെല്ലാം എടുത്തു കൊടുക്കാനും അവർക്ക് മാസ്ക്, ഗ്ലൗസ്, അതിനെ പറ്റിയിട്ടെല്ലാം സാനിറ്റേഷൻ, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ക്യാമ്പിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു റൂമിൽ 3 പേരും 4 പേരും താമസിച്ച് ആണല്ലോ ഇവിടുത്തെ പറയാൻ പറ്റില്ല അക്കോമഡേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവരെങ്ങനെ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മളതിനെ ശ്രദ്ധിക്കണം മറ്റൊരാളിലേക്ക് പടരാതിരുന്നില്ല. കാരണം ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആകുമായിരുന്നു. അപ്പോൾ ഒരു കോവിഡ് വന്നെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ ഒരു അസുഖം ഒരാൾക്ക് വന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ആംബുലൻസ് വരികയും പെട്ടെന്ന് ഗവൺമെൻറ്റും വളരെ അലർട്ടായിരുന്നു. അതൊക്കെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു. ആ സമയത്ത് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ഒരു കാരണവശാലും എൻ്റെ
കൂടെ നിൽക്കുന്ന 10,000 ജോലിക്കാർക്ക് ഈ അസുഖം പടരുത്. അതേസമയം നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊക്കെ ഒരു പ്രഷറിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്ത നിമിഷം തന്നെ. നിമിഷങ്ങൾ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ ഓരോ നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോഴും അതെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് അതെ സുനിൽ സാറിന് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ ഒരു അനുഗ്രഹം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയിരിക്കുന്നതും എൻ്റെ ഒരു ആത്മധൈര്യം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഘട്ടികളിലെല്ലാം ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ ഓർക്കും. അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ആ പ്രാർത്ഥനയും കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളിലെല്ലാം മുന്നേറാൻ സാധിച്ചു. അമ്മയുടെ ചിത്രം ഇവിടെ ഉണ്ട്, അമ്മയെ നോക്കാൻ. അതെ, അമ്മയെ ആ ചിത്രങ്ങളില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അമ്മയുടെ ഇത് എന്നും കാത്തു സൂക്ഷിക്കും. അതെ, അമ്മ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള ആ ഒരു വിചാരം എനിക്കില്ല ഇപ്പോഴും. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ അതെ